وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد أوصيكم وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വളരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോട് തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ചറബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് പലപ്പോഴും സന്തോഷം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതായത് ചില വാർത്തകൾ കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു യാത്രക്ക് പോയി ഒരു യാത്രയെക്കുറിച്ച്, ഒരു ടൂർ പോലെയുള്ള യാത്രകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നാം അറിയാതെ ഒരു തരം ആങ്സൈറ്റി, ഒരു സന്തോഷവും ഇങ്ങനെ കടന്നു വരാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, വളരെ സുന്ദരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള ആ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴും ഇത്തരത്തിൽ നാം അറിയാതെ തന്നെ നമ്മുടെ മനസ്സൊന്ന് റിലാക്സ്ഡ് ആയി തീരുകയും എവിടെ നിന്നോ നമ്മുടെ ടെൻഷനൊക്കെ മാറിയിട്ട് ഒരു തരത്തിലുള്ള ഒരു ഹാപ്പിനെസ്, ഒരു പ്ലഷർ, ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുകയും ചെയ്യും. ഇത് പലപ്പോഴും ഒരു ചില വാർത്തകൾ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതായത് ഉദാഹരണത്തിന് നമ്മളൊരു പരീക്ഷ എഴുതി, ആ പരീക്ഷയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. ആ സമയത്തും നമുക്ക് വളരെയേറെ സന്തോഷം തോന്നും. അതല്ലെങ്കിൽ ഇപ്പോൾ ഫുട്ബോളിൻ്റെ കാരണമാണ്. അപ്പോൾ നമ്മുടെ ഒരു ഇഷ്ട ടീം നമ്മളിങ്ങനെ കാത്തിരിക്കുന്നു ആ ടീമിൻ്റെ കളി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ടീം ജയിക്കുന്നു. അപ്പോഴും നമുക്കൊരു സന്തോഷം മനസ്സിലേക്ക് വരാറുണ്ട്. യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഈ ഒരു ആനന്ദവും സന്തോഷവും നമ്മുടെ ശരീരവും തലച്ചോറുമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു കെമിക്കൽ രൂപപ്പെടും. ആ കെമിക്കലിനെ പറയുന്ന പേര് ഡോപ്പമീൻ എന്നാണ്. ഈ ഡോപ്പമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിയിലൊക്കെ നമ്മൾ പറയാറുള്ളത് ഒരു തരം ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നാണ്. പലതരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ സെൻസേഷൻ എന്ന് പറയുന്നത്, സെൻസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേൾവി, കാഴ്ച, അതുപോലെ തന്നെ സ്പർശനം, മണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലൂടെ ഒരു തരത്തിലുള്ള ഒരു കരണ്ട്, ഇമ്പൾസ്, അല്ലെങ്കിൽ മലയാളത്തിൽ ആവേഗങ്ങൾ എന്നൊക്കെ പറയാം, ഇത് നമ്മുടെ തലച്ചോറിലേക്ക് എത്തും. ഇതങ്ങനെ തലച്ചോറിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു സെൻസേഷൻ, അത് നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ കണ്ടു എന്നൊരു ഫീൽ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പൊ കണ്ണുണ്ടായാൽ മാത്രം പോരാ, നമുക്കൊരു കാഴ്ച കാണണമെങ്കിൽ, അല്ലെങ്കിൽ ചെവി മാത്രം ഉണ്ടായതുകൊണ്ട് നമുക്കൊരു ശബ്ദം കേട്ടുപോകണമെന്നില്ല, നമുക്ക് തൊലി മാത്രം ഉണ്ടായതുകൊണ്ട് നമുക്കൊരു സ്പർശനം അനുഭവിച്ചു കൊള്ളണമെന്നില്ല.
ചിന്ത. ഇതിന്റെ എല്ലാം കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് തലച്ചോറാണ്. അതായത് സ്പർശനത്തിലൂടെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ഇമ്പൾസുകൾ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ കാഴ്ചയിലൂടെ ഉണ്ടാകുന്ന ആ ഇലക്ട്രിക് സിഗ്നലുകൾ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അത് നമുക്കൊരു അനുഭവമായിട്ട് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. എന്നാൽ ഇതിന് പുറമെ തന്നെ മറ്റു പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ട്രാൻസ്മിറ്ററുകളുണ്ട്. ഇതില് സന്തോഷം നമുക്ക് നൽകുന്ന തരത്തിലുള്ള ഒരു ട്രാൻസ്മിറ്റർ, ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. അത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഒരു വാർത്ത നമ്മൾ കേൾക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ഈ ഡോപ്പമിൻ അങ്ങ് ഉൽപ്പാദിപ്പിക്കപ്പെടും. എന്നിട്ടത് നേരെ നമ്മുടെ നാഡീവ്യൂഹത്തിലൂടെ തലച്ചോറിലേക്ക് എത്തുകയും തലച്ചോറ് ആ ഡോപ്പമിൻ എത്തുന്നതിന്റെ ഫലമായിട്ട് നമുക്കൊരു തരത്തിലുള്ള ഒരു ഫീല് നൽകും. ഇതാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, നമുക്ക് സംഭവിക്കുന്നത്. ഇത് പല രീതിയിലുണ്ടാകാം. അപ്പൊ നമ്മൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഡോപ്പമിൻ ഓർമ്മിപ്പിക്കാറുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് പഠിക്കണം എന്നുള്ളൊരു തോന്നൽ വരണമെങ്കിൽ അയാൾക്ക് ഈ തലച്ചോറിൽ എന്ത് ചെയ്യണം, ഇത് ഉണ്ടാവണം. അതുകൊണ്ടാണ് പലപ്പോഴും ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ രക്ഷപ്പെട്ടു പോകുന്നതൊക്കെ അതുകൊണ്ടാണ്. കാരണം നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഡോപ്പമിന്റെ അളവ് ഇങ്ങനെ വർദ്ധിച്ചു വരും. അത് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുമ്പോൾ അത് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യാം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുകയും നമ്മൾ പലപ്പോഴും അത് എന്ത് ചെയ്യുകയും ചെയ്യും, നമ്മളതിൽ വിജയിക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, ഇത് സ്വാഭാവികമായിട്ട് പടച്ച റബ്ബ് നമ്മുടെ ശരീരവും തലച്ചോറും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റം ഇങ്ങനെ നിലനിന്ന് പോകുന്നത് കൊണ്ടാണ് നമുക്ക് സന്തോഷകരമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. എന്നാൽ ഇതേ ഡോപ്പമിനെ തന്നെ കൃത്രിമമായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കെമിക്കലുകളുണ്ട്. ആ കെമിക്കലുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടും ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരുവിധം എല്ലാ ലഹരികൾക്കും, അത് മദ്യമാകട്ടെ അതല്ലെങ്കിൽ മദ്യത്തിന് ഏതൊരു രൂപത്തിലുള്ള ഏതുമാകട്ടെ, അത്തരത്തിലുള്ള ഏതൊരു ലഹരിക്കും നമ്മുടെ ശരീരത്തിലെ ഈ ഡോപ്പമിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് മദ്യപിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സന്തോഷം തോന്നുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ മദ്യത്തിന് അടിമയായി പോയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ലഹരി ഉപയോഗിച്ചു തുടങ്ങി എന്നൊക്കെ നമ്മൾ പലരോടും ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നൊരു മറുപടി ഇതാണ്. അതായത് ലഹരി ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ഒരു ഫീല് വരുന്നത്, ഒരു സന്തോഷം തോന്നുന്നത്. ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറയുകയുണ്ടായി. അവന് കുറച്ച് വിദേശത്തൊക്കെ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനായിരുന്നു. അത് അവന്റെ കൂട്ടുകാരും പല ആളുകളും പരീക്ഷണ തലയെന്ന് പോയിട്ട് എല്ലാവരും കൂടി കൂട്ടമായിട്ട് കഞ്ചാവ് അടിക്കും. അപ്പൊ എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഞ്ചാവ് അടിക്കുന്ന സമയത്ത് അവർക്ക് പഠിക്കാനുള്ള ഒരു ഉന്മേഷം ലഭിക്കുകയാണ്. അത് കൃത്രിമമായിട്ട് ഉണ്ടാകുന്നതാണ്. എന്തുകൊണ്ട് അങ്ങനെ ലഭിക്കുന്നു? ഇതാണ് കാരണം. ഇത്തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുകയും അത് ഇങ്ങനെ സന്തോഷം, നമുക്ക് കൃത്രിമമായിട്ട് സന്തോഷം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സന്തോഷമൊക്കെ നല്ല തന്നെയാണ്, പക്ഷെ കുറെ കാലം ഇങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ് ഈ ഒരു സിസ്റ്റവുമായിട്ട് അങ്ങ് അഡാപ്റ്റ് ആയി പോകും. അതായത് അതുമായിട്ട് ഇങ്ങനെ ഒരു തരത്തിലുള്ള രൂപത്തിൽ അതിങ്ങനെ അതുമായിട്ടൊരു സന്തുലിതാവസ്ഥയിലേക്ക് നമ്മുടെ തലച്ചോറ് എത്തും. അപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ഈ പറയുന്ന ഡോപ്പമിൻ എന്ന് പറയുന്ന കെമിക്കല് പിന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. അതിന് പകരം എപ്പോഴാണോ ഇയാൾ ഇത് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുമ്പോൾ മാത്രം എന്ത് ചെയ്യും, അവന്റെ ശരീരത്തിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്ന ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലം മാത്രം അവന് സന്തോഷം അനുഭവപ്പെടുകയും അത് ഉപയോഗിക്കാതെ വരുമ്പോൾ അവന് നിരാശയിലേക്കോ അതല്ലെങ്കിൽ ഡിപ്രഷനിലേക്കോ ആൻസൈറ്റി പോലുള്ള മെന്റൽ ഡിസോർഡറിലേക്കോ അവൻ എന്ത് ചെയ്യാണ്, തള്ളപ്പെടുകയും ചെയ്യും. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ വളരെ കുറച്ച് കഴിച്ചാൽ മതിയായിരുന്നു, അപ്പൊ തന്നെ അവന് ഫീൽ ലഭിക്കാൻ തുടങ്ങും. പക്ഷെ ബ്രെയിൻ പതുക്കെ അതുമായി അഡാപ്റ്റ് ആയി പോകുമ്പോൾ കുറച്ച് കഴിക്കുന്നതിൽ നിന്ന് കുറച്ച് അളവ് കൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോഴാണ് പിന്നെ അവന്റെ ശരീരത്തിൽ എന്ത് ചെയ്യും, ഈ ഡോപ്പമിൻ ഉൽപ്പാദിക്കപ്പെടുള്ളൂ. കുറച്ചുകൂടി കഴിയുമ്പോൾ അതും മതിയാവാതെ വരും. അപ്പൊ കുറച്ചുകൂടി എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ പോകെ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളിലേക്ക് എന്ത് ചെയ്യും, ഈ ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ടും അടിമയായിപ്പെടും. പിന്നെ അവന്റെ ജീവിതത്തിൽ ഇത് ഇല്ലാതെ ഈ പറയുന്ന ഒരു സന്തോഷം തോന്നണമെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ലഹരി ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോകില്ല എന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും അവൻ പൂർണ്ണമായിട്ടും ആ ലഹരിക്ക് അടിമപ്പെട്ടു പോവുകയും ചെയ്യും. ഇതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ പല ആളുകൾക്കും എന്ത് ചെയ്യുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോ പല ആളുകളും ഇപ്പൊ സന്തോഷം ലഭിക്കാനാണ് ഞാനിത് കുടിക്കുന്നത്, ഞാനിത് കഴിക്കുന്നത്, ഞാനിത് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവന്റെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന
ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ പലപ്പോഴും അവനെന്ത് ചെയ്യാൻ സാധിക്കൂല, ഒരിക്കലും പിന്നീട് തിരിച്ച് ഒരു പൂർണ്ണ ജീവിതത്തിലേക്ക് ആ മനുഷ്യന് എത്താൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ പല ആളുകളും പിന്നെ ഒട്ടും സന്തോഷമില്ലാത്ത അവസ്ഥയിൽ അവന്റെ സ്വഭാവം തന്നെ മാറിയിട്ട് ഒരുതരം സൈക്കോ രൂപത്തിലേക്കൊക്കെ എത്തിപ്പെടുകയും അക്രമ രൂപത്തിലുള്ള അല്ലെങ്കിൽ അക്രമത്തിലുള്ള പ്രവണതകൾ വന്നു തുടങ്ങുകയും ചെയ്യും. അങ്ങനെ തുടങ്ങുമ്പോഴാണ് ഈ നാട്ടുകളിലൊക്കെ എന്ത് ചെയ്യുന്നത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതാണ് മദ്യം ആണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉണ്ടല്ലോ, സർവ്വ തിന്മകളുടെയും മാതാവാണ് മദ്യം എന്ന് പറയുമ്പോൾ. അപ്പോ പല ഹദീസുകളിലും അതുപോലെ തന്നെ ഖുർആനൊക്കെ ഹംറ് എന്നുള്ള പദമാണ് ഇതിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഹംറ്, കള്ള്, മദ്യം എന്ന രീതിയിലാണ് അത് പറയുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ ഭാഷാപരമായിട്ടുള്ള ആ ഒരു വാക്കിനെ, ആ ഒരു ഹംറ് എന്ന് പറയുന്നതിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അത് മദ്യത്തെ കുറിച്ച് മാത്രം ഉപയോഗിച്ചുള്ള ഒരു പദമല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് ഏത് തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളെ കുറിച്ചും ആണ് എന്ത് ചെയ്യുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും ഒക്കെ ഹംറ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. കുല്ലു മുസ്കുരിൻ ഹംറ്, അതായത് എല്ലാ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളും ഹംറാണ് എന്നും കുല്ലു ഹംറുൻ ഹറാമൻ, എല്ലാ അത്തരത്തിലുള്ള എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഹറാമാണ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ വായിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ പറയുമ്പോഴൊക്കെ ഹദീസുകളോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് മദ്യം അല്ലെങ്കിൽ കള്ള് മാത്രമുള്ള ഒരു പദപ്രയോഗം മാത്രം നമ്മൾ കാണാറുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു അർത്ഥം നമ്മൾ എന്ത് ചെയ്യരുത്, ഇതിൽ വിചാരിക്കരുത്. കാരണം ഇവിടെ ഇസ്ലാമികപരമായിട്ട് ഹംറ് എന്ന് പറയുന്ന പദപ്രയോഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മുഴുവൻ ലഹരിയെയുമാണ്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കള്ള് സർവ്വ തിന്മകളുടെയും മാതാവാണ് എന്ന് പറയപ്പെടുമ്പോൾ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ വിധത്തിലുള്ള ലഹരിയും ഇത്തരത്തിലുള്ള തിന്മകളിലേക്ക് വഴി വഹിക്കുന്നു അല്ലെങ്കിൽ വഴി നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പലപ്പോഴും ഒക്കെ കാണാറുള്ള ഒരു പ്രവണത, പകലൊന്നും പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങളൊക്കെ KSEB ഓഫീസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് രാവിലെ ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു പരാതിയില്ല. കറണ്ട് പോയാലും പ്രശ്നമില്ല, കറണ്ട് പോയില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ രാത്രി ആകുന്നതോട് കൂടിയിട്ട് കോലം മാറുകയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ കോലം മാറുന്നു വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോൾ ഇവര് ലഹരി ഉപയോഗിച്ചു തുടങ്ങാണ്. ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് ഫോൺ വിളിക്കുമ്പോൾ പിന്നെ മാന്യമായ സംസാരങ്ങളൊക്കെ പോയി ഉടനെ തെറികൾ കയറി വരും. അവർക്ക് പ്രത്യേക തരത്തിലുള്ള ധൈര്യം വരും, ആത്മവിശ്വാസം വരും. അപ്പൊ ഓഫീസ് വന്ന് ഗരാവ ചെയ്യാനും അവിടെയുള്ള ആളുകളെ തെറി വിളിക്കാനും അവരെ കയ്യേറ്റം ചെയ്യാനൊക്കെ ഉള്ള രൂപത്തിലേക്കൊക്കെ എന്ത് ചെയ്യാണ് മനുഷ്യരുടെ പ്രവണതകൾ മാറുകയാണ്. ഒരു വേള ബോധം പോലും നഷ്ടപ്പെട്ടു പോയിട്ട് എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെയൊക്കെ കുടുംബത്തിൽ പോലും ഇത്തരത്തിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പുറത്തു പറയാത്തതാണ്. ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് സഹോദരങ്ങളെ കുത്തിക്കൊന്ന മക്കളുടെ കഥകളെ, സഹോദരങ്ങളെ കുത്തിക്കൊന്ന ആളുകളുടെ കഥകൾ, വാർത്തകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ടിട്ട് മക്കളെ തലക്കടിച്ചു കൊന്ന, ഇപ്പൊ ഒരു 1-2 ആഴ്ചക്ക് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ വളാഞ്ചേരിയിൽ നിന്ന് ഇത്തരത്തിലൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. മദ്യപാനിയായ ഒരു പിതാവിന്റെ അടി കൊണ്ടുകൊണ്ട് ഒരു മകൻ മരണപ്പെട്ട ഒരു വാർത്ത. അപ്പൊ ഇത്തരത്തില് ഈ ഒരു പറയുന്ന രീതിയിൽ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തെ തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മളെ യുവസമൂഹം എന്ത് ചെയ്യാണ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇവരിങ്ങനെ മദ്യപിക്കുകയും അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദവുമായിട്ട് മുന്നോട്ട് പോകുന്ന വഴിയിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അരുതായ്മകൾ അവന്റെ കയ്യിൽ നിന്നും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതോടെ തീർന്നു പോകും അവന്റെ ജീവിതം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ തൊട്ട വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആ ലഹരിയുടെ ആസക്തിയിൽ അവൻ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കടുങ്കൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവനോടുള്ള ഒരു പ്രതികരണം എന്തായിരിക്കും? അവൻ പിന്നീട് നന്നായി എന്ന് വിചാരിക്കാം, നന്നായി അവൻ കൃത്യമായിട്ട് ഈ ലഹരിയിൽ നിന്നും എല്ലാം അവൻ പിന്മാറി അവൻ കൃത്യമായി നമസ്കരിക്കുകയും നോമ്പ് നോക്കുകയും നന്നായി പെരുമാറുകയും ചെയ്യുന്ന ലഹരി കണ്ടാൽ ഒരു ഭാഗത്തേക്ക് പോലും പോകാത്ത ഒരു മനുഷ്യനായിട്ട് അവൻ മാറി എന്നുണ്ടെങ്കിൽ പോലും അവന്റെ കൈ കൊണ്ട് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു അക്രമ സ്വഭാവം അവന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ഇപ്പുറം കഴിഞ്ഞാലും നമ്മളത് മറക്കുമോ? ആ മനുഷ്യന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമോ? സ്വന്തം നാട്ടിൽ വന്നുകൊണ്ട് സമാധാന രൂപത്തിലുള്ള ഒരു ജീവിതം നടത്താൻ ആ പറയുന്ന ആളെ കൊണ്ട്, ആ പറയുന്ന യുവാവിനെ കൊണ്ട് സാധ്യമാകൂല എന്നുള്ളതാണ്. അപ്പൊ ലഹരി എന്ന് പറയുന്ന സംഗതി പലപ്പോഴും നമ്മളെ എത്തിക്കുന്നത് ഒരു തരത്തിലുള്ള തീരാ കയത്തിലേക്കായിരിക്കും, ഒരു തരത്തിലുള്ള തീരാ കുടുക്കിലേക്കായിരിക്കും. അതോടുകൂടി നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ നഷ്ടപ്പെട്ടു പോകും. ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ കുറിച്ച് അറിയുന്ന
അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ സംസാരിക്കേണ്ട സാഹചര്യം വന്ന പല ആളുകളെ കുറിച്ച് എനിക്കറിയാം. അപ്പൊ ഇവരൊക്കെ പറയാറുള്ളത് അവര് വീട്ടിലേക്കേ വരാറില്ല. ഇപ്പൊ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്, പക്ഷെ വീട്ടിലേക്ക് വരാറില്ല. വീട്ടിലേക്ക് വരാൻ കഴിയില്ല. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് ഒരു കല്യാണത്തിന് പോകാൻ പറ്റണില്ല, നാലാൾ കൂടുന്നിടത്ത് പോകാൻ പറ്റില്ല, നാട് വിട്ടു പോവുകയാണ്. മറ്റേതെങ്കിലും നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും ചെറിയ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുമോ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള ആളുകളെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യാണ് ഇത്തരം ആളുകൾ ചെന്നുപെടുകയാണ് എന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിപത്തിനെ നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ രാജ്യത്ത് നിന്ന്, അതല്ലെങ്കിൽ ലോകത്ത് നിന്ന് തന്നെ നാമാവശേഷമാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് കൂടി എന്ത് ചെയ്യണം നമ്മൾ ഈ ഒരു വേളയിൽ നമ്മൾ ആലോചിച്ച് പോകേണ്ടതുണ്ട്. നമ്മളിങ്ങനെ ചരിത്രം ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ലോകത്തിന്റെ ഏതൊരു കോണിലും ഇത് ഉപയോഗിക്കാത്ത ആളുകൾ നമുക്ക് കാണാൻ കഴിയില്ല. ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ള ചരിത്രത്തിൽ പോലും ഈ പറയുന്ന ലഹരി എന്ന് പറയുന്ന ഇത് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ലഹരി നിരോധിച്ചതായിട്ടുള്ള ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്നുള്ള ചരിത്രം നമുക്ക് കാണാൻ പറ്റും? പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുള്ള ഒരു ചരിത്രം എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? അത് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി നിരോധിച്ചിട്ടുള്ള ഒരേ ഒരു നാടേ ചരിത്രത്തിൽ കാണാൻ പറ്റുള്ളൂ, അത് മദീനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പടുത്ത ഒരു സാമ്രാജ്യത്തിൽ മാത്രമാണ് പൂർണ്ണമായിട്ട് ഈ ലഹരി നിരോധിച്ചതിനെ കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ പുതിയ സർക്കാരുകളൊക്കെ അധികാരത്തിൽ വരുമ്പോൾ ലഹരി തുറച്ചു നീക്കും എന്നൊക്കെ പറയാറുണ്ട്. എത്ര കാലമായി ലഹരി തുറച്ചു നീക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അത് സാധിച്ചിട്ടില്ലല്ലോ, സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് 3 ആയത്തിന്റെ ആവശ്യം ഉണ്ടായുള്ളൂ. 3 ആയത്തോട് കൂടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ അള്ളാഹു ഈ പറയുന്ന വിപത്തിനെ ആ സമൂഹത്തിൽ നിന്ന് നീക്കിയതാക്കിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെയാണ് ആയത്ത്? പല ആളുകളും, പല സ്വഹാബിമാരും ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നത് കണ്ടപ്പോ പല ആളുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ പറയുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രവാചകരെ ഇത് നമുക്ക് നിരോധിക്കാം, ഇത് മുസ്ലിങ്ങൾക്ക് പറ്റിയതല്ല, ഇത് നന്നല്ല എന്ന് പ്രവാചകന്റെ അടുത്ത് പോയിട്ട് ശുപാർശ ചെയ്തിരുന്ന സ്വഹാബിമാരുടെ ചരിത്രം പോലും നമുക്ക് കാണാൻ സാധിക്കും. അതൊരു ദീർഘവീക്ഷണമാണത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പോലെ, അനസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്തിരുന്നത്രേ? റെക്കമെൻഡ് ചെയ്തിരുന്നു, പ്രവാചകരെ മദ്യം നമുക്ക് നിരോധിക്കാം, മദ്യം വേണ്ട, അതൊരു നല്ല സംഭവമല്ല എന്ന് പ്രവാചകനോട് പറയുമ്പോൾ ഇവരോട് എന്ത് മറുപടി പറയണം എന്നറിയാതെ പ്രവാചകൻ നിന്നിരുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. കാരണം അള്ളാഹുവിന്റെ വിധിയില്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് നിരോധിക്കാൻ സാധിക്കില്ലല്ലോ. അവിടെയാണ് അള്ളാഹുവിന്റെ എങ്ങനെയാണ് നിരോധിക്കുന്നത് വെച്ചാൽ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് ഘട്ടം ഘട്ടമായിട്ട് ഈ പറയുന്നതിനെ അവർ നിരോധിച്ചു എന്നാണ്. ആയത്ത് 1-ാമത്തെ ആയത്ത് സൂറത്തുൽ ബഖറയിലെ 219-ാമത്തെ ആയത്ത്. യസ്അലൂനക അനിൽ ഖംർ, നേരത്തെ പറഞ്ഞതാണ്. യസ്അലൂനക അനിൽ ഖംർ, അവർ നിന്നോട് ഖംറിനെ കുറിച്ച്, ലഹരിയെ കുറിച്ച് പ്രവാചകരെ ചോദിക്കുന്നത് നാം അറിയുന്നുണ്ട്. അത് ഇത്തരം സ്വഹാബിമാരൊക്കെ പ്രവാചകനോട് പോയിട്ട് ലഹരിയെ കുറിച്ച് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്ത് മറുപടി പറയണമെന്ന് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. യസ്അലൂനക അനിൽ ഖംർ, അവർ മദ്യത്തെ കുറിച്ച് നിങ്ങളോട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രവാചകരെ താങ്കളോട് ചോദിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. വൽ മൈസിർ, മൈസിർ എന്ന് പറഞ്ഞാൽ ചൂതാട്ടം, ചൂതാട്ടത്തെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. കുൽ ഫീഹിമാ ഇസ്മുൻ കബീർ, പ്രവാചകൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഈ പറയുന്ന രണ്ടിലും വളരെയധികം പാപങ്ങളുണ്ട്. അപ്പൊ മനാഫിയുടെ നാസ്, അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഉപകാരമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇസ്മുഹുമാ അക്ബർ, അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും അതിലുള്ള പാപം എന്ന് പറയുന്നതാണ് കൂടുതൽ എന്നെന്ത് ചെയ്യുന്നത് 1-ാമത്തെ ആയത്ത് പറയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു ആയത്തിൽ അള്ളാഹു പറയുന്ന മദ്യത്തെയോ ലഹരി പദാർത്ഥങ്ങളെയോ നിരോധിക്കുന്നില്ല. ഇത്തരത്തിൽ ആളുകൾ വന്ന് ലഹരിയെ കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നാണ് പറയുന്നത്. അതായത് പ്രവാചകരെ, അതിൽ ചില തെറ്റുകളൊക്കെ അതിലുണ്ട്, അതുപോലെ തന്നെ അതിലെന്തുണ്ട്, ചില നന്മകളൊക്കെ ഉണ്ട്. എങ്കിലും അതിലുള്ള നന്മയേക്കാൾ കൂടുതൽ എന്താണ്, തെറ്റാണ് എന്ന് പറയുമ്പോൾ ഇതിനുശേഷം പല സ്വഹാബിമാരും ലഹരി ഉപയോഗം നിർത്തി എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ ഇങ്ങനെ പറയുമ്പോൾ തന്നെ പല ആളുകൾക്കും അത് എന്ത് ചെയ്തു, മനസ്സിലായി. പക്ഷെ അതിനുശേഷവും എന്ത് ചെയ്തിട്ടില്ല, ചില ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് അടുത്തൊരായത്ത് ഇറങ്ങുന്നത്. അടുത്തൊരായത്ത് ഇറങ്ങുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത്ത അൻതും സുഖാറ, നിങ്ങൾ എന്ത് ചെയ്യരുത്, ലഹരി ബാധിച്ച ആളുകളായിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമസ്കാരത്തിലേക്ക് നിങ്ങൾ വരരുത്. നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നൊരു ബോധ്യമില്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നമസ്കാരത്തിലേക്ക് വരരുത് എന്ന 2-ാമത്തെ ആയത്ത് ഇറങ്ങി.
ഈ ആയത്തിറങ്ങിയപ്പോഴും പലപ്പോഴും എന്ത് ചെയ്തു, പല ആളുകൾക്കും മദ്യം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി. എന്തുകൊണ്ടായിരിക്കാം? കാരണം കൃത്യമായ ഇടവേളകൾ നമസ്കരിക്കുന്ന ഒരാൾക്ക് ഇത് മദ്യം കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലഹരി പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് വരുമ്പോൾ അതിന്റെ കെട്ടടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ സുബഹിക്ക് നീച്ച ഒരാള് മദ്യപിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആൾ അതിനുശേഷം മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് നമസ്കാരം കിട്ടൂല. ളുഹറിന് ശേഷം മദ്യപിക്കുന്ന ഒരാൾക്ക് അസർ കിട്ടൂല. അസറിന് ശേഷം മദ്യപിക്കുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള മഗ്‌രിബോ തൊട്ടടുത്ത നമസ്കാരം ഇശാവും കിട്ടൂല. അതുകൊണ്ട് തന്നെ പല ആളുകളും എന്ത് ചെയ്തു, മദ്യപാനം പതുക്കെ രാത്രിയിലേക്ക് മാറ്റിയിരുന്നതാണ്. പകൽ മദ്യപിക്കുന്ന പരിപാടി ഒരു പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അവസാനിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, പല രീതിയിലുള്ള പകലൊക്കെ ആളുകളുടെ ഈ ഒരു കെട്ട് ഒഴിവാക്കുന്നതിന് ഈ ഒരു ആയത്തിലൂടെ സാധിക്കുകയാണ്. അപ്പോൾ കുറെ ആളുകളിൽ നിന്ന് മാറി നിന്നു. പിന്നീടാണ് മൂന്നാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചിട്ടുള്ള ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തത്തഖൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യവും ചൂതാട്ടവും, 4 കാര്യങ്ങളാണ് പറഞ്ഞത്. മദ്യവും ചൂതാട്ടവും പ്രതിഷ്ഠ വെച്ച് നോക്കാനുള്ള അമ്പുകളും പൈശാചികമായുള്ള പ്രണയച്ചെറുപ്പതികളാകുന്നു. ഒരായത്തിലൂടെ ഈ പറയുന്ന 3 കാര്യങ്ങളും എന്ത് ചെയ്യണം, അല്ലാഹു നിരോധിക്കണം. അതിനാൽ നിങ്ങൾ ഫജ്തനിബൂഹു, നിങ്ങൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം, പിന്മാറണം. ലഅല്ലകും തുഫ്ലിഹൂൻ, അത് പിന്മാറി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, വിജയികളായേക്കാം എന്ന്. അതായത് മൂന്നാമത്തെ ഈ ഒരു ആയത്തോട് കൂടിയിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് മദ്യം എന്ന് പറയുന്നത് എന്ത് ചെയ്തു, പൂർണ്ണമായിട്ടും ഒഴിവാക്കി. ഈ ഒരു ആയത്ത് ഇങ്ങനെ ഇറങ്ങിയ സമയത്തുള്ള ചില ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും. ഹദീസുകൾ, സ്വഹീഹായിട്ടുള്ള ഹദീസുകളിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് മൂന്നാമത്തെ മദ്യം നിരോധിച്ചു എന്ന് പറയുന്ന മൂന്നാമത്തെ ആയത്ത് ഇറങ്ങുന്ന ഒരു വേളയിൽ അനസ് റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ മറ്റു ചില സ്വഹാബിമാരും ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ അവരിങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അത്ര മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ഒരു സ്വഹാബി അവർക്കിടയിലേക്ക് കയറി വരുന്നത്. കയറി വന്നിട്ട് മദ്യം അവർ നിരോധിച്ചിട്ടുണ്ട്, മദ്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്, ഇസ്ലാം മദ്യം നിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇത് പറയുന്ന വേളയിൽ തന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അവരെന്ത് ചെയ്തു, അബൂ തൽഹ റളിയല്ലാഹു പോലുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്. ഈ അബൂ തൽഹ പോലുള്ള സ്വഹാബിമാര് അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്, അനസേ നമുക്കിത് മതിയാക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, വീപ്പകൾ, മദ്യത്തിന്റെ വീപ്പകൾ നമുക്ക് തച്ചുടക്കാം എന്ന് പറഞ്ഞിട്ട് അവർ കുടിച്ചുകൊണ്ടിരുന്ന ആ മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞുകൊണ്ട് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മദ്യത്തിന്റെ ഭരണികൾ തച്ചുടക്കുന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അവർ തച്ചുടച്ചു എന്നും അതുപോലെ തന്നെ അധികമുണ്ടായിരുന്ന മദ്യമെല്ലാം അവരെന്ത് ചെയ്തു, അവരെ വഴി നീളം അവർ ഒഴുക്കി കളഞ്ഞു. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന അബ്കാരികളായിരുന്ന ആളുകളുണ്ടായിരുന്നു, മദ്യ കച്ചവടം ചെയ്തിരുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്ക് നഷ്ടം എത്രത്തോളം ഉണ്ടായിരിക്കും. ആ നഷ്ടം എല്ലാവരും മറികടന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെയും അള്ളാഹുവിന്റെയും ഈ വിധി വന്നപ്പോ അവര് മദ്യമൊക്കെ ഇങ്ങനെ, അവരുടെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അവർ എന്ത് പോയാലും കുഴപ്പമില്ല, ഈ മദ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മദ്യം ഇങ്ങനെ മദീനയുടെ തെരുവുകളിലൂടെ ഇങ്ങനെ ഒഴുകുന്ന ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, പലപ്പോഴും ചരിത്രകാരന്മാർ എഴുതാറ് മദീന എന്ന് പറയുന്നത് ഒരു മദ്യപ്പുഴയായി മാറിയിരുന്നതാണ്. മദ്യപ്പുഴയായി മാറി അവരതെല്ലാം തച്ചുടച്ച് തകർത്ത് കളഞ്ഞു. ആ ചരിത്രം അവിടെ തീർന്നില്ല കേട്ടോ. ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തി വെക്കുന്ന മറ്റൊരു സംഭവം, ചരിത്രകാരന്മാരെന്നാണ്, ഹദീസൊന്നും തപ്പിയിട്ട് കാര്യമില്ല, ചരിത്രത്തിൽ വായിച്ച ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് ഇത്തരത്തിലുള്ള മദ്യം ഇങ്ങനെ ഒഴുകിപ്പോയ വേളയിൽ ആ മദ്യം ഒഴുകിയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ അവിടെ ഇങ്ങനെ ചെറിയ രീതിയിലുള്ള പച്ചപ്പ് ഇങ്ങനെ കണ്ടു തുടങ്ങിയാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോ. അതായത് മദ്യം ഒഴുകിയിട്ടുള്ള ആ വഴികളിലൂടെ പച്ചപ്പ് വന്നു, പുല്ലുകൾ ഇങ്ങനെ മുളച്ചപ്പോ ഇവരുടെ ഒട്ടകങ്ങളുണ്ട്, ഈ ഒട്ടകങ്ങളൊക്കെ ആ പുല്ലുകൾ ഇങ്ങനെ ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോ ഇവർക്ക് വീണ്ടും സംശയം. എന്താ സംശയം എന്നറിയോ? സംശയം എന്ന് പറയുന്നത് പ്രവാചകന്റെ അടുത്തേക്ക് അവരെത്തിക്കുകയാണ്. ഈ സംശയം മൂലം അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തവരെത്തിച്ചിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രവാചകരെ, മദ്യം നിരോധിച്ച സമയത്ത് മദ്യത്തിന്റെ പുഴ തന്നെ മദീനയിലൂടെ ഒഴുകിയിട്ടുണ്ട്. ആ പുഴ ഒഴുകിയ വേളയില് മദ്യം ഒഴിച്ചു പോയിട്ടുള്ള വഴികളിലൂടെ പുല്ലുകൾ മുളച്ചിട്ടുണ്ട്. ആ പുല്ലുകൾ അറിയാതെ ഞങ്ങളുടെ ഒട്ടകങ്ങൾ ഭക്ഷിച്ചു പോയിട്ടുണ്ട് പ്രവാചകരെ. അവർ ചോദിച്ച ചോദ്യം, പ്രവാചകരെ, ആ ഒട്ടകങ്ങളുടെ മാംസം ഞങ്ങൾക്ക് ഹലാലാണോ എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, അത്രമേൽ അവരെ പരിവർത്തിപ്പിക്കപ്പെടാൻ അല്ലാഹുവിന്റെ റസൂലിനെ ഈ പറയുന്ന 3 ആയത്തിലൂടെ സാധിച്ചു. ഇത്തരത്തില് മദ്യം നിരോധിച്ചിട്ടുള്ള മറ്റേതെങ്കിലും ഒരു നാടിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ മദ്യം നിരോധിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് മദ്യം നിരോധിച്ച് മദ്യത്തിനെതിരെ നിയമങ്ങൾ എഴുതിയുണ്ടാക്കി നിരോധിക്കുന്നല്ലോ ചെയ്തത്.
പറഞ്ഞാലും അനുസരിക്കുന്ന രീതിയിൽ ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ ഇവിടെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത് എന്നതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു വേളയിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്നതാണ്. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഏത് രീതിയാണോ ഈ മദ്യം നിരോധിച്ചത്, ആ നിരോധിച്ചതിനേക്കാൾ വേഗത്തിൽ ഇത് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നതിനെ നമ്മൾ ഭയപ്പാടോടുകൂടി തന്നെ കാണേണ്ടതുണ്ട്. കാരണം ഇന്ന് മറ്റ് സമുദായങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ലഹരി ഇന്ന് നമ്മൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരിക്കൽ എന്നോട് ഒരു ഡോക്ടർ ഒരു അനുഭവം പറയുകയുണ്ടായി. എൻ്റെ ഒരു കൂട്ടുകാരനുള്ള ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ സലാം പറഞ്ഞ് കയറി അത്രേ. സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഡോക്ടറുടെ അടുത്തേക്ക് എത്തി. അയാൾക്ക് ജീവിത ശൈലിയായിട്ടുള്ള ചില രോഗങ്ങളുണ്ട്, പ്രമേഹവും അതുപോലെ തന്നെ പ്രഷറും ഒക്കെ തുടങ്ങിയിട്ടുള്ള ചില രോഗങ്ങളുണ്ട്. അയാൾക്ക് സ്ഥിരമായി കാണിക്കുന്ന ഒരാളാണ്. അയാൾ അതിനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചു കാലമായിട്ട് ആൾക്ക് മറ്റുള്ള ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടി അനുഭവപ്പെടുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഡോക്ടറാണ് കാണാൻ വന്നപ്പോ ആ പരിചയം ഇങ്ങനെ പുതുക്കിയിട്ട് ആളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേളയില് തട്ടമൊക്കെ ഇട്ടിട്ടുള്ള അയാളുടെ ഭാര്യ ആ ഡോക്ടറെ മുഖത്തൊക്കെ പറഞ്ഞത്രേ, ഭർത്താവ് ഒരൽപ്പം മദ്യപിക്കാറുണ്ട് എന്നുള്ളത്. നോക്കൂ നിങ്ങൾ. അപ്പോ അദ്ദേഹത്തിനോട് പറയാണ്, ഞാൻ പൊതുവെ എന്റെ അടുത്തേക്ക് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കടന്നു വരുമ്പോ മദ്യപിക്കാറുണ്ടോ എന്ന് ചോദിക്കാറില്ല. ലഹരി ഉപയോഗിക്കുമെന്ന് ഞാൻ എന്ത് ചെയ്യാറില്ല, ചോദിക്കാറില്ല. കാരണം ഇത് ഉപയോഗിക്കൂല എന്നുള്ള ഒരു ചിന്തയാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത്. കണ്ടാൽ മാന്യനായിട്ടുള്ള താടിയൊക്കെയുള്ള നിസ്കാരത്തായമുള്ള സലാം പറഞ്ഞ് തന്റെ കൺസൾട്ട് റൂമിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് ഭാര്യ പറയാണത്രേ, മദ്യപിക്കാറുണ്ട് എന്നുള്ളത്. എന്റെ ഭർത്താവ് അല്പമൊക്കെ മദ്യപിക്കാറുണ്ട്. അതോടുകൂടിയിട്ട് ആ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം തന്നെ മാറ്റിയെന്നാണ്. തന്റെ മുമ്പിൽ ആര് വന്നാലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ദുശ്ശീലങ്ങൾ താങ്കൾക്കുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് അത്ര പിന്നീടുള്ള കൺസൾട്ടേഷൻ നടക്കാറുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ കണ്ടാൽ മാന്യന്മാരാണ് എന്ന് നടിക്കുന്ന ആളുകൾക്കിടയിൽ, നമ്മളുടെ ഇടയിലൂടെ പോകുന്ന ആളുകൾക്കിടയിലേക്ക് തന്നെ ഇതെന്ത് ചെയ്യാണ്, ഇതിങ്ങനെ പൂർവാധികം ശക്തിയോടെ എത്ര എളുപ്പത്തിലാണോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചത് എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വേഗത്തിൽ ഇത് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, ഒരു യാഥാർത്ഥ്യമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വേളയിലാണ് നമ്മളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യപാനികൾക്ക് ശിക്ഷ നടപ്പിലാക്കിയിരുന്നു. എന്താണ് ആ ശിക്ഷ എന്നറിയോ? മദ്യപിക്കുന്ന ഒരാൾ യഥാർത്ഥ തെളിവോടുകൂടി പിടിക്കപ്പെട്ടാൽ പ്രവാചകന്റെ കാലത്ത് 40 അടി അടിച്ചിരുന്നു. മദ്യപാനികളുടെ ശിക്ഷയാണ്, ഇഹലോകത്തുള്ള ശിക്ഷയാണ്. അതുപോലെ തന്നെ ഖുലഫാഉർ-റാഷിദുകളുടെ കാലം കഴിഞ്ഞപ്പോ, കാലമായപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് ഈ 40 അടി എന്നുള്ളത് മാറ്റിയിട്ട് 80 അടിയാക്കി മാറ്റിയതാണ്. അത് മദ്യപിക്കുന്ന ആളുകൾക്ക് ഇഹലോകത്ത് തന്നെ ശിക്ഷയുണ്ട്. അതിനർത്ഥം നാളെ ഒരാളെ കള്ളുപിടിച്ചിട്ട് ഒരു മുസ്ലിമിനെ കണ്ടുപോയിട്ട് നാളെ പോയിട്ട് നല്ല കൊടുക്കാമെന്ന് വിചാരിക്കരുത്. ഇത് ഇസ്ലാമിക ശരീഅത്തിലുള്ള നിയമങ്ങളാണ്. അത് ഇസ്ലാമിക ഭരണകൂടത്തിന് മാത്രമേ നടപ്പിലാക്കാനുള്ള അധികാരവുമുള്ളൂ. അപ്പോ ഇത്തരത്തിലുള്ള എന്ത് ചെയ്തിരുന്നു, ശിക്ഷകൾ ഇസ്ലാമിക ലോകത്ത് മദ്യപിക്കുന്ന ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകൾക്ക് ഇസ്ലാമിക ഭരണകൂടം നടപ്പിലാക്കിയിരുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനിയോ പരലോകത്തെത്തുന്ന വേളയിലോ അതിനേക്കാൾ വലിയ ശിക്ഷകളെ കുറിച്ച് ഹദീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്. ആരെങ്കിലും ഒരാള് മദ്യം കുടിച്ചു അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ അത് 40 ദിവസത്തെ നമസ്കാരം എന്ത് ചെയ്യില്ല, അവന്റെ സ്വീകരിക്കൂല എന്നുള്ളതാണ്. അത് ഒരാൾ ഒരു പേരിനെങ്കിലും എന്ത് ചെയ്തു, ഒന്ന് മദ്യത്തിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഒന്ന് കുടിച്ചു നോക്കി, അല്ലെങ്കിൽ ലഹരി ഒന്ന് നുണഞ്ഞു നോക്കി, അങ്ങനെ എന്നുണ്ടെങ്കിൽ 40 ദിവസത്തെ നമസ്കാരം എന്ത് ചെയ്യൂല, പടച്ചറപ്പ് സ്വീകരിക്കൂല എന്നുള്ളതാണ്. ഫൈൻ താബ, എന്നിട്ട് അവൻ അതിൽ നിന്നും എന്ത് ചെയ്തു, ഫൈൻ താബ, അവൻ തൗബ ചെയ്തു എന്ന് വിചാരിക്കാം. തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, താബല്ലാഹു അലൈഹി, അള്ളാഹു അവന് പുറത്തു കൊടുക്കും. അള്ളാഹു എന്ത് ചെയ്യും, അവന് പുറത്തു കൊടുക്കും എന്നാണ്. അതുപോലെ തന്നെ അവൻ വീണ്ടും എന്ത് ചെയ്ത് ആവർത്തിച്ചു എന്ന് വിചാരിക്കാം. ആ ഹദീസിൽ തന്നെ പറയുന്നത് വീണ്ടും എന്ത് ചെയ്തു, അവൻ വീണ്ടും അതിലേക്ക് മടങ്ങിയാൽ പിന്നീട് അള്ളാഹു തീരുമാനിക്കും അവന്റെ കാര്യം. അതായത് പിന്നീട് അള്ളാഹുവിന്റെ വിധിയിലായിരിക്കും അവന്റെ കാര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ അവൻ ആദ്യം മദ്യപിച്ചു, അവന്റെ 40 ദിവസത്തെ നമസ്കാരം അള്ളാഹു എന്ത് ചെയ്യും,
ഇല്ലാതാക്കി. കഴിഞ്ഞ 40 ദിവസം നമസ്കാരം അള്ളാഹു സ്വീകരിക്കൂല എന്നും അവൻ വീണ്ടും മദ്യപിച്ചു, അവൻ തൗബ ചെയ്തു, അള്ളാഹു സ്വീകരിച്ചു, അവൻ വീണ്ടും മദ്യപിച്ചു, വീണ്ടും അവന്റെ 40 ദിവസത്തെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്നും അതുപോലെ തന്നെ വീണ്ടും അവൻ തൗബ ചെയ്താൽ ആ തൗബ രണ്ടാമത്തെ തൗബയും അള്ളാഹു സ്വീകരിക്കുമെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇതിൽ മൂന്നാമത്തെ കാര്യമാണ് അവൻ പിന്നീട് എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിന്റെ വിധിയിലേക്ക് വിടും എന്നാ പറയുന്നത്. എന്താണ് അള്ളാഹുവിന്റെ വിധി എന്നറിയുമോ? താൻ പറയുന്നുണ്ട്, അള്ളാഹു അവനെ കുടിപ്പിക്കും, അവൻ അള്ളാഹു നരകത്തിൽ നിന്ന് തീനത്തിൽ ഖബാൽ കുടിപ്പിക്കുമെന്ന. എന്താണ് ഈ തീനത്തിൽ ഖബാൽ? അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഈ തീനത്തുൽ ഖബാൽ എന്ന് പറയുന്നത് എന്താണ് പ്രവാചകരെ എന്ന് അവരോട് പ്രവാചകരോട് ചോദിക്കപ്പെട്ടപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത് അത് നരകവാസികളുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ഒരു തരം ദ്രവ്യമാണ്, ദ്രാവകമാണ്. അതെന്തെയും അവനെ കുടിപ്പിക്കുമെന്നാണ്. അതായത് പശ്ചാത്തപിക്കാതെ മദ്യപിച്ച് മരണപ്പെട്ടു പോയ ഒരാളെ അള്ളാഹു നരകത്തിലേക്ക് ഇടുമെന്നും നരകത്തിലേക്ക് എത്തുന്ന വേളയിൽ തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന ഒരു പാനീയം കുടിപ്പിക്കുമെന്നും സ്വഹീഹായ ഹദീസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് തീനത്തുൽ ഖബാൽ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ ഉരുകി ഒലിക്കുന്ന ശരീരത്തിൽ നിന്നും വരുന്ന ഒരു തരം ദ്രവം ഉണ്ടല്ലോ, ആ ദ്രവം നമ്മളൊക്കെ പൊള്ളലേറ്റ് കഴിഞ്ഞ ശരീരഭാഗത്ത് ഇങ്ങനെ നോക്കിയാൽ മതി, അവിടെ നിന്ന് ഒരു തരത്തിലുള്ള നീര് ഇങ്ങനെ ഒലിച്ചിറങ്ങും. ആ നീര് അള്ളാഹുവിന്റെയും തീനത്തുൽ ഖബാൽ കുടിപ്പിക്കുമെന്നാണ്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് പരലോകത്തെത്തുന്ന ശിക്ഷയെ കുറിച്ചാണ് ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ അബദ്ധവശാലെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതല്ലെങ്കിൽ ആകെ എത്ര 40 നമസ്കാരം പടച്ചറപ്പ് നമ്മളെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. ഈ വേളയിലേക്കാണ് നമ്മുടെ 40 ദിവസം നമസ്കാരം അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു രീതിയിൽ നാളെ പരലോകത്തെത്തുമ്പോൾ തീനത്തുൽ ഖബാൽ കുടിക്കാനുള്ള യോഗ്യത തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് 10 ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 10 ആളുകളെ, ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള 10 ആളുകളെ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നാണ്. ആ 10 ഹദീസ് വായിക്കുന്നില്ല. ആ 10 ആളുകൾ ആരാന്ന് മാത്രം പറഞ്ഞു പോവുകയാണ്. ആ ഹദീസിൽ വന്നിട്ടുള്ളത് ഇപ്രകാരമാണ്. ഒന്ന്, അത് പിഴിഞ്ഞെടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന മുന്തിരിയിൽ നിന്നോ അല്ലെങ്കിൽ ഈത്തപ്പനയുടെ ഒക്കെ സത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന കള്ള് അത് ഉണ്ടാക്കിയെടുക്കുന്ന ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ശപിച്ചിട്ടുണ്ട്. രണ്ടാമത് പറയുന്നത് പിഴിയാൻ പറയുന്നവനെ, അതായത് അത് ഉണ്ടാക്കാൻ കൽപ്പിക്കുന്നവനെ, അത് ഉണ്ടാക്കി കൊണ്ടുപോവാ എന്ന് പറയുന്ന ആളുകളെയും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമതായി പറയുന്നത് അത് കുടിക്കുന്നവനെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. പിന്നെ നാലാമത് പറയുന്നത് അത് കൊണ്ടുപോകുന്നവനെ, അത് കാരിയറായിട്ട് കൊണ്ടുപോകുന്നവനെ, അതായത് ഒരു മദ്യം ഒരു സ്ഥലത്ത് നിന്ന്, ലഹരി പദാർത്ഥങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നവനെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അടുത്തത് കൊണ്ടുപോകാൻ പറയുന്നവനെയും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുന്നവനെ ശപിച്ചിട്ടുണ്ട്. അത് കൈമാറുന്നവനെ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ശപിച്ചിട്ടുണ്ട്. അത് വിൽക്കുന്നവനെ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് വിറ്റ് ആ വില ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഭക്ഷണം കഴിക്കുന്നവരെയും അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് അതിലൂടെ ഈ മദ്യത്തിലൂടെ ഒരാൾ വരുമാനം ഉണ്ടാക്കുകയും എന്നിട്ട് അതുമായി അവന്റെ ജീവിതോപാധിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുകളെയും എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു ശപിച്ചിട്ടുണ്ട്. അത് വാങ്ങുന്നവരെയും അതുപോലെ തന്നെ അത് വാങ്ങിപ്പിക്കുന്നവരെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിന്റെ ഏഴായത്തേക്ക് പോകാൻ പോലും എന്ത് ചെയ്തിട്ടില്ല, ഇസ്ലാം നമുക്ക് അനുവാദം തന്നിട്ടില്ല. അപ്പോ ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിക്കാം, പക്ഷെ നമ്മുടെ സ്കൂളുകളിൽ കോളേജുകളിൽ ഒരു ആഘോഷം നടക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരൻ മദ്യപിക്കുന്ന ഒരു കൂട്ടുകാരൻ പറയാണ്, എടാ തൊട്ടടുത്ത ഭാഗത്ത് ഈ വരുന്ന വഴിക്കല്ലേ അതുള്ളത്, ഈ ഒരു കുട്ടി എനിക്ക് മേടിച്ചു കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ല, ഹറാമാണ്. അള്ളാഹു ശപിച്ചുള്ള കാര്യം, കൊണ്ടുകൊടുക്കരുത് എന്നുള്ളതാണ്.
അല്ലെങ്കിൽ ഇപ്പൊ വിവാഹ വേളകളിലും മറ്റുള്ള വേളകളിലൊക്കെ മദ്യം സുലഭമാണ്. നമ്മുടെ വീട്ടിൽ വിവാഹം നടക്കാം, അവിടെ 4 കൂട്ടുകാർ വരുന്നുണ്ട്, അവിടെ 4 കൂട്ടുകാർ വരുമ്പോ അവന് മദ്യം വേണമെന്ന് വിചാരിക്കാം. എന്നാ 10 പൈസ എടുത്തൊന്ന് കൊടുത്തു, അത് കുടിച്ചോ മദ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുടിക്കില്ലെന്ന് വെച്ചാൽ ആ മദ്യം വിൽക്കാനുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന പൈസക്ക് പോലും അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകും എന്നാണ്. അതായത് മദ്യവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും, ലഹരിയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല. അത്തരത്തിലുള്ള എല്ലാ മേഖലയും ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, കൊട്ടി അടച്ചിട്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. മാത്രം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ള സഹോദരങ്ങളെ, ഇപ്പോ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവരും വാർത്തകളിലൊക്കെ കാണുന്നതാണ്. അതായത് ലഹരി പിടിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവർ ഏർപ്പാടാക്കിയ ഒരു സംവിധാനമാണ്. അതിന്റെ പേരിൽ ഒരുപാട് സ്ഥലങ്ങളിൽ റെയ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്, പോലീസൊക്കെ എക്സൈസ് വിഭാഗമൊക്കെ മുന്നോട്ട് പോകുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കുത്തുബയോട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നാട്ടിൽ സാമൂഹിക നന്മക്ക് ഏറ്റവും ഉത്തരവാദിത്തമുള്ള ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ കണ്ണിൽപ്പെട്ടാൽ ഇത് തീർച്ചയായും പോലീസിനോടും അല്ലെങ്കിൽ അധികാരികളോടും ബന്ധപ്പെട്ട ആളുകളോടും അറിയിക്കേണ്ട ഉത്തരവാദിത്തം കൂടി എന്തെങ്കിലും നമ്മൾക്കുണ്ട്. അതുപോലെ തന്നെ കോളേജിലും സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരെ ഇത്തരത്തിൽ ലഹരി കഴിവപ്പായിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അവരുടെ രക്ഷിതാക്കളെ തീർച്ചയായും അറിയിക്കണം. അത് അറിയിക്കുന്നതിന്റെ പേരിൽ, അത് നിങ്ങളാണ് അത് അറിയിച്ചത് എന്ന് അറിയുന്നതിന്റെ പേരിൽ അവൻ നിങ്ങളോട് തെറ്റിയാലും ശരി, നിങ്ങൾ അത് എന്ത് ചെയ്യണം, അവരുടെ രക്ഷിതാക്കളെയോ അല്ലെങ്കിൽ ടീച്ചർമാരെയോ ബന്ധപ്പെട്ട ആളുകളെയോ നിങ്ങൾ അറിയിക്കണം. കാരണം അവരുപയോഗിച്ച് തുടങ്ങുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും നിങ്ങളുടെ ഒരു പറച്ചിൽ മൂലമായിരിക്കും ഒരു വേള അവരാ ലഹരിയിൽ നിന്ന് ചെയ്യുന്നുണ്ടാവുക, പിന്മാറുന്നുണ്ടാവുക. അപ്പൊ ഇതിങ്ങനെ നമ്മുടെ കണ്ണു മുന്നിൽ കാണുമ്പോൾ അതിന്റെ ബാക്കിയുള്ള ആരാച്ച എന്താ വെച്ചാൽ ചെയ്തോട്ടെ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരു മുസ്ലിം എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ നമ്മൾക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്തം, ഒരു സാമൂഹികപരമായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്തം കൂടി നമ്മൾ നിറവേറ്റണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ പള്ളിയിൽ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കഴിയുന്നതിന്റെ പരമാവധി നിങ്ങൾ സഹായിക്കുക. അള്ളാഹു നമ്മളുടെ സ്വതക്കയും മറ്റുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ പടച്ചിറപ്പ് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, രോഗം കൊണ്ടും മറ്റും ഞങ്ങൾക്കിടയിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നാഥ. അവരുടെ എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണമേ പുരാനെ. അള്ളാഹുവെ, ജീവിതത്തിൽ വിജയം നീ നൽകണമേ നാഥ. മുസ്ലിങ്ങളായി എന്നതിൻ്റെ പേരിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗത്തുള്ള ആളുകളുടെ എല്ലാവിധ പ്രയാസങ്ങളും പടച്ചിറപ്പെ നീ ദൂരീകരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അറിഞ്ഞോ അറിയാതെ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ തമ്പുരാനെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين ورحمة